NGO അസോസിയേഷൻ കാസർഗോഡ് സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് സമ്മേളനം വിദ്യാനഗർ സിഡ്കോ ഹാളിൽ നടന്നു. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. 12ാം ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിലെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അധ്യാപകർക്കും ജീവനക്കാർക്കും 20% ഇടക്കാല ആശ്വാസം അനുവദിക്കണമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ആവശ്യപ്പെട്ടു. അതിരൂക്ഷമായ വിലക്കയറ്റമാണ് സംസ്ഥാനത്തുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന സംസ്ഥാനമാണ്. ഏതാണ്ട് 10-20% വീതമാണ് ഇപ്പോൾ ഓരോ വർഷവും വർധനവ്. പച്ചക്കറി, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്. സർക്കാർ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ എവിടെയാണ്, ആരോടാണ് ചെന്ന് ചോദിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂർ സർക്കാരിൻ്റെ വെളിപ്പുറത്തുള്ള ആളുകളായി നിൽക്കുക, മറ്റു ജോലിക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക. ഈ സാഹചര്യത്തിൽ സർക്കാർ അവരുടെ വെൽഫെയർ മെഷേഴ്സ് കൃത്യമായി സർക്കാർ ജീവനക്കാർക്ക് അതിൻ്റെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അത് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് നീട്ടി കൊണ്ടുപോകാതെ വീണ്ടും ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു, കമ്മീഷനോട് പറയുന്നു പതുക്കെ കൊടുത്താൽ മതി റിപ്പോർട്ടെന്ന് പറയുന്നു. നീട്ടി അങ്ങനെ കൊണ്ടുപോകാനുള്ള അടവും സർക്കാർ പുറത്തെടുക്കും. ബ്രാഞ്ച് പ്രസിഡന്റ് രഘു ഇരിയണ്ണി അധ്യക്ഷത വഹിച്ചു. KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, K അശോക് കുമാർ, KM ജയപ്രകാശ്, ലോകേഷ് MB ആചാർ, AV രാജൻ, വത്സല കൃഷ്ണൻ, MT പ്രസീത, SM രജനി, ജയപ്രകാശ് ആചാര്യ, ജയരാജ് പെരിയ, ശിവകുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. K ഗിരിജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ VM രാജേഷ്, VTP രാജേഷ്, ഗിരീഷ് ആനപ്പെട്ടി, M മാധവൻ നമ്പ്യാർ, റെനിൽസൺ തോമസ്, പ്രവീൺ വരയില്ലം, ബിന്ദു പ്രദീപ്, ജില്ലാ സെക്രട്ടറി KM ശ്രീനിവാസൻ, P കുഞ്ഞികൃഷ്ണൻ, വിജയകുമാർ നായർ, ഹാരിസ് ബേഡകം, ഖാദർ ബേള, K ഷീബ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി രഘു ഇരിയണ്ണിയെ പ്രസിഡന്റായും ജയരാജ് പെരിയയെ സെക്രട്ടറിയായും ഗിരിജയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.